കാറ്റുപോയ കട്ടപ്പ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിന്റെ വലങ്കൈയായി സന്തത സഹചാരിയായി നടന്ന് രാഹുലിന്റെ മൊബൈലിലുള്ള ചാറ്റുകളും കാര്യങ്ങളുമൊക്കെ കേക്കച്ചന് കൊടുത്ത് രാഹുലിനെ ഗുരുതി കൊടുക്കുവാൻ കേക്കച്ചനോടൊപ്പം വലങ്കൈയായി പ്രവർത്തിച്ച ആ കട്ടപ്പ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രതികരണവുമായി എത്തിയിരുന്നു. രാഹുലിനെ ഒതുക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയാൽ ആ കസേരയിൽ തനിക്ക് കയറി ഇരിക്കാമെന്ന് കരുതിയാണ് കട്ടപ്പ അന്ന് ആ പിറപ്പുപണി കാണിച്ചത്. എന്നാൽ കട്ടപ്പയ്ക്ക് 8ന്റെ പണി കിട്ടിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ കഥ കഴിഞ്ഞു, രാഹുലിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നറിഞ്ഞപ്പോൾ വീണ്ടും കട്ടപ്പ അടുത്ത മോഹവുമായി കേക്കച്ചന്റെ ആ മുടിഞ്ഞ നിലപാടിനെ താങ്ങിക്കൊണ്ട് വന്നു നിന്ന് നടത്തിയ ആ അഭിപ്രായ പ്രകടനം നിങ്ങൾ കാണുക. രാഹുലിന്റെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പാക്കി ഇനിയും കേക്കച്ചനെ നമ്പി നിന്നാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് അത് ഭയങ്കര ഒരു നിലപാടായിരുന്നു അന്ന് എടുത്തത് എന്നും പറഞ്ഞ് കേക്കച്ചനെ താങ്ങിക്കൊണ്ട് ഈ കട്ടപ്പ വന്നത്. ആ കാറ്റുപോയ കട്ടപ്പയുടെ ആ ജൽപ്പനങ്ങൾ കാണുക. കട്ടപ്പ വെറുതെയാണ്, നിന്റെ സ്വപ്നങ്ങളും നിന്റെ കേക്കച്ചന്റെ മോഹങ്ങളും നടക്കില്ല. കോടതിയിൽ നിയമപരമായി വിജയിച്ച് രാഹുൽ ശക്തനായി തിരിച്ചു വരും, നിന്റെയും കേക്കച്ചന്റെയും അടിവേരിറക്കും എന്ന് മാത്രം ഓർക്കുക. പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം ചെയ്യുകയോ അങ്ങനെ ഒന്നും ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പ്രാദേശികമായി പാലക്കാട് ഇപ്പോൾ അയാളുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ആളുകൾ ചില പരിപാടികളിൽ അയാളെ വിളിച്ചിട്ടുണ്ട്. ആ പരിപാടികൾ വിളിച്ചപ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാളെ പുറത്താക്കിയതാണ്, ആ പുറത്താക്കിയ നടപടിയിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒഫീഷ്യൽ പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള KPCCയുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞതാണ്. അപ്പം ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ എടുക്കാവുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ നടപടി, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഈ നിമിഷവും ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഈ കോഴിക്കോട് ജില്ലക്കാരനാണല്ലോ വസീഫ് DYFIയുടെ നേതാവ്? അല്ല ഞാൻ പറയട്ടെ അല്ല അങ്ങനെയാണോ? അല്ല ഒരു സെക്കൻഡ് ഗോവിന്ദ മാഷ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ല ഞാൻ പറയട്ടെ, എന്താണ് പാർലമെന്ററി പാർട്ടിയുടെ മെമ്പറാണോ? പാർലമെന്ററി പാർട്ടി മെമ്പറാണോ? ഒരു സെക്കൻഡ് ശരി ഞാൻ പറയാം. അതായത് LDFന്റെ പാർലമെന്ററി പാർട്ടി ബോർഡ് മെമ്പറാണോ മുകേഷ്? അതെ. അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അല്ല, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ? ഇതെന്താണ് നിങ്ങൾ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ? മുകേഷിന്റെ വിഷയത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല, പാർട്ടി നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ആ വിഷയം എടുത്തിടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അതേ പ്രവൃത്തി തന്നെയല്ലായിരുന്നോ ചെയ്യേണ്ടത്? പക്ഷെ ഞങ്ങൾ അതല്ലല്ലോ ചെയ്തത്. ഞങ്ങൾ പറയുന്നത് എപ്പോഴാണ്? ഞങ്ങൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ CPMന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നത്. ആ ധാർമ്മികതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിനെന്താ സംശയമുള്ളത്? അല്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് തെറ്റാണ്. ഞങ്ങൾ എപ്പോഴാണ് മുകേഷിന്റെ കാര്യം ചോദ്യം ചെയ്യുന്നത്? ഞങ്ങൾ ഒരു വ്യക്തിക്കെതിരെ 3 തരത്തിൽ നടപടി എടുത്തതിന് ശേഷമാണ് മുകേഷിന്റെ കാര്യത്തിൽ CPM ധാർമ്മികത പുലർത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അതിന്റെ ധാർമ്മികതമായ എല്ലാവിധ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളൊരു പാർട്ടിയുടെ MLAക്കെതിരെ എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടിക്രമങ്ങളും എടുത്തു. അതായത് 3 തരത്തിൽ നടപടിയെടുത്തു. എന്നിട്ട് ഞങ്ങളെ ധാർമ്മികതയുടെ ക്ലാസ് പഠിപ്പിക്കാൻ വരുന്ന ഈ പീഡനം അളക്കുന്ന മെഷീനുള്ള പാർട്ടിക്കാരുടെ അടുത്ത് അവരുടെ ധാർമ്മികതയുടെ ക്ലാസ് കേട്ട് ഞങ്ങൾ ഇരിക്കണം? അത് നടക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, അങ്ങനെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. 2ാമത്തെ പരാതി ഞങ്ങൾ DGPക്ക് കൈമാറി. ഈ 2 വിഷയത്തിലും പോലീസും കോടതിയും എന്താണോ നടപടി എടുക്കുന്നത് അതിനനുസരിച്ച് അടുത്ത ഘട്ട നടപടി ഉണ്ടാകും. എന്താ സംശയം? അതിനകത്ത് വേറെ വല്ലതും പറയാനുണ്ടോ? ഇത്ര ക്ലാരിറ്റി ഉള്ളൊരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാട് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ? ഒരു സ്ത്രീ വിഷയത്തിലാവട്ടെ, അഴിമതി വിഷയത്തിലാകട്ടെ, ഇത്ര ക്ലാരിറ്റിയോടുകൂടി വേറെ ആർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്?
BJP സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ CPM സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം നിങ്ങൾ ഇതുകൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഈ വിഷയത്തിൽ ചോദിച്ചാലും ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. ഒറ്റ ചോദ്യം, ഇന്നിപ്പോൾ കോടതി പരിഗണിക്കാണല്ലോ, ഇന്നിപ്പോൾ രാഹുലിന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഉചിതമായ നടപടി എടുക്കാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുക. ഹൈപ്പോത്തറ്റിക്കലായ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഒന്ന്, കോടതി എടുത്തു കഴിഞ്ഞ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഇന്ന് സംഭവിക്കാനിടയുള്ള ഒരു പ്രൊസീജിയറുകളെ കുറിച്ച് എനിക്കറിയാം. അതൊരു കേസിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത്. അതിപ്പോൾ രാഹുലിൻ്റെ കേസായിക്കൊള്ളട്ടെ, മറ്റ് കേസുകളായിക്കൊള്ളട്ടെ, ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നു എന്നോർത്ത് ഇന്ന് തന്നെ വിധി പറയണമെന്നൊന്നും യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. പല വിധത്തിലുള്ള പ്രൊസീജിയറൽ നിയമപരമായ വഴികളുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇപ്പോൾ ആ വിഷയത്തിൽ കോടതി ഒരു നിലപാടെടുത്താൽ ഞങ്ങളിത് ബൂർഷാ കോടതിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ കോടതിയെ വെല്ലുവിളിക്കാനില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും അടുത്ത ഘട്ടത്തിലുള്ള നടപടി അത് പാർട്ടി നേതൃത്വം ആലോചിച്ചെടുക്കും. 2, ഇപ്പോൾ ഞങ്ങൾ DGPക്ക് കൈമാറിയിരിക്കുന്ന പരാതി, ആ പരാതിയിലും പോലീസ് എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്താലും ആ നടപടിക്രമങ്ങൾ എടുത്താൽ ഞങ്ങൾ അതിനെ യാതൊരു തരത്തിലും അതിനെ പ്രതിരോധിക്കാൻ നിൽക്കില്ല. മറിച്ച് പോലീസിനൊപ്പം തന്നെ ആ നടപടിക്രമത്തിനൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒറ്റ കാര്യത്തോടെ ഞാൻ പറയാം, ഈ പണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ ഒരു പരാതിക്കാരി വന്നായിരുന്നു. പരാതിക്കാരിയുടെ പേര് നീതു ജോൺസൺ എന്നായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ നീതു ജോൺസൺ ഇതുവരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് കേരളത്തിലെ പത്രമാധ്യമങ്ങളോടാണ് ചോദിക്കാനുള്ളത്. നീതു ജോൺസനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ തന്നെ ഈ തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായിരുന്നു. അവർ പറഞ്ഞു അതാ UDF ആണെന്ന് പറഞ്ഞു. നിങ്ങൾ അതുണ്ടാക്കിയ ആളെ ഇതേവരെ പിടികൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാർട്ടി ഈ പരാതി DGPക്ക് കൈമാറി. DGP എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്താലും ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന മെഷീനില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായ കോടതി മുറികളില്ല. ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്നവരാണ്. ആ ഭരണഘടനയും ജനാധിപത്യവും നിയമവും എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. അല്ലെങ്കിൽ രാഹുൽ രാജിവെക്കണോ ഇല്ലയോ എന്നുള്ള കോടതിയുടെ ഒരു വിധി വരാൻ നിൽക്കുന്ന കോടതിയുടെ പരിഗണനയിലെ ഒരു വിഷയം. അത് പിന്നെ രാഹുലിന് ഇപ്പോൾ ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കിയിരിക്കുന്ന, ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും മാറ്റിയിരിക്കുന്ന ഒരു MLA അയാൾ രാജിവെക്കണമെന്ന് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരു നിലപാട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ഘട്ടമാണ്. ഈ ഒരു ഘട്ടം വരേക്കും എടുക്കാൻ പറ്റുന്ന എല്ലാ നിലപാടുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ വിഷയം കൊണ്ടൊക്കെ ഇതുങ്ങളെ കൂട്ടിച്ചേർത്തേക്കാം. ഈ വിഷയം കൊണ്ടൊക്കെ സ്വർണ്ണക്കൊള്ള അങ്ങ് മറയ്ക്കാമെന്ന് ഏതെങ്കിലും അമ്പലം വിഴുങ്ങികൾ തീരുമാനിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച്, ശബരിമല അയ്യപ്പൻ്റെ ഇത് കേൾക്കാനാണ് ഈ കേരളത്തിലെ പത്രക്കാരും ഇപ്പം ചില പത്രക്കാർ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, ചില പത്രക്കാർക്കും താല്പര്യമില്ല. കാരണം എന്താ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട അമ്പലം വിഴുങ്ങികൾ കേരളം ഭരിക്കുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട അമ്പലക്കള്ളന്മാരായ 2 CPMകാർ ജയിലിൽ കിടന്നിട്ട് അവരെ ഇതുവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. കേരളത്തിലെ സർക്കാർ ഇതുവരെ അല്ലെങ്കിൽ CPM പാർട്ടി ഇതുവരെ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ കൊണ്ടൊക്കെ ആ അമ്പലക്കൊള്ള കേസങ്ങ് മറക്കാമെന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. അമ്പലക്കൊള്ളക്കാരോട് കടക്ക് പുറത്ത് എന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പുറത്താക്കിയിട്ട് ഞങ്ങൾ അടങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.